ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യുന്നത്. അല്ലെ, ഫസ്റ്റ് ആക്ടിവിറ്റി ലിസൺ ആൻഡ് ഡു ആണ്. ശ്രദ്ധിക്കുക എന്നിട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ലുക്ക് അറ്റ് ദ പിക്ചർ ബിലോ. എന്താണ് ചുവടെ തന്ന ചിത്രം നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ലിസൺ ടു ദ ടീച്ചർ ആൻഡ് ഡു വാട്ട് ദ ടീച്ചർ സേസ്. ടീച്ചറിനെ ശ്രദ്ധിക്കുക, ടീച്ചർ എന്താണ് പറയുന്നത് എന്ന് കേൾക്കുക, അതുപോലെ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് എന്താ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലെ, ഒരു പിക്ചർ തന്നിട്ടുണ്ട്. കണ്ടോ, ട്രീ ഉണ്ട്, ട്രീയുടെ മുകളില് പാരറ്റ്സ് ഉണ്ട്. ദെൻ റോഡില് എന്തൊക്കെയാ കാണുന്നത്? ബസ് ഉണ്ട്, കാർ ഉണ്ട്, ബോൾസ് കാണാണ്ട്. ബിഗ് ബോളും ഉണ്ട്, സ്മോൾ ബോൾ ഉണ്ട് അല്ലെ. വലിയ പന്തുണ്ട്, ചെറിയ പന്തുണ്ട്. പിന്നെ കണ്ടോ, റോഡിന്റെ സൈഡിലായിട്ട് നമുക്ക് മങ്കീനെ കാണാം, റാബിറ്റിനെ കാണാം അല്ലെ, കുരങ്ങനെ കാണാം. റാബിറ്റ് എന്ന് പറഞ്ഞാൽ മുയല്. പിന്നെ നമുക്ക് 3 ഫ്ലവേഴ്സ് കാണാം. അപ്പൊ ഇതിനൊക്കെ നിങ്ങളോട് നിറം നൽകാൻ പറയും. പിന്നെ കണ്ടോ, നിങ്ങള് ബസ്സിനെ കണ്ടോ, വീൽസ് ഉണ്ടോ? ഇല്ല അല്ലെ, ചക്രങ്ങളില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറയും നിങ്ങളോട്? വീൽസ് വരച്ചു ചേർക്കാൻ പറയും. അപ്പൊ അതുപോലെ വീൽസ് വരച്ചു ചേർക്കുക. എന്നിട്ട് എങ്ങനെയാണോ ടീച്ചർ കളർ ചെയ്യാൻ പറയുന്നത് അതനുസരിച്ചിട്ട് അത് ടീച്ചർ എന്താണോ പറയുന്നത് എന്ന് കേട്ടിട്ട് കളർ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ ചിത്രത്തിൽ നല്ല ഭംഗിയാക്കുക. ആക്ടിവിറ്റി 2 റീഡ് ആൻഡ് മാർക്ക് എന്നുള്ളതാണ്. റീഡ് ചെയ്യുക, വായിക്കുക, എന്നിട്ട് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. റീഡ് ദ സെന്റൻസസ് ആൻഡ് ഗിവ് എ ടിക്ക് അഗെയിൻസ്റ്റ് ദ കറക്റ്റ് പിക്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാക്യങ്ങൾ വായിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ശരിയായ ചിത്രത്തിന് ടിക്ക് മാർക്ക് ഇടാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് കണ്ടോ, ഇവിടെ ബസ്സാണ് തന്നിരിക്കുന്നത് അല്ലെ. സെന്റൻസ് എന്താ? ദ ബസ് ഈസ് ഓൺ ദ റോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബസ് റോട്ടിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിലെ കറക്റ്റ് പിക്ചർ ഏതാ? ഫസ്റ്റ് പിക്ചർ നോക്കൂ, ബസ് റോട്ടിലാണോ? അല്ല. സെക്കൻഡ് പിക്ചർ നോക്കൂ, അവിടെ ബസ് എവിടെയാ? റോട്ടിലാണ് അല്ലെ. അപ്പൊ ദ ബസ് ഈസ് ഓൺ ദ റോഡ് എന്ന് പറയുന്നത് ഏതാ പിക്ചർ കറക്റ്റ്? സെക്കൻഡ് പിക്ചർ ആണ്. അവിടെ മുകളിൽ കണ്ട ഒരു ബോക്സ് ഉണ്ട് അല്ലെ, അതിനെന്ത് ചെയ്യണം? നമ്മള് ടിക്ക് മാർക്ക് ഇടണം കേട്ടോ. അടുത്ത സെന്റൻസ് നോക്കാം. പോളി ഹാസ് 3 eggs എന്നാണ്. ഇവിടെ നമുക്ക് കണ്ടോ പിക്ചർ തന്നിരിക്കുന്നത് പോളിനെയാണ് കേട്ടോ. പോളി ഉണ്ട്, ഒപ്പം എഗ്സും ഉണ്ട്. അവിടെ പറയുന്നത് പോളി ഹാസ് 3 eggs എന്നാണ്. പോളിക്ക് 3 മുട്ടകൾ ഉണ്ട് എന്നാണ് കേട്ടോ. അവിടെ കണ്ടോ, അപ്പൊ ഏതാ പിക്ചർ കറക്റ്റ്? ഫസ്റ്റ് പിക്ചറില് 3 eggs ഉണ്ടോ? ഇല്ല, ആകെ 1 egg ഉള്ളൂ അല്ലെ, ഒരേ മുട്ടയേ ഉള്ളൂ അല്ലെ. അടുത്ത പിക്ചർ നോക്കൂ, സെക്കൻഡ് പിക്ചറിൽ കണ്ടോ 3 eggs ഉണ്ട്. എന്ത് ചെയ്യാ? ടിക്ക് മാർക്ക് ഇടുക, മുകളിലത്തെ ബോക്സിൽ ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 3 ഡിസ്ക്രിപ്ഷൻ ആണ്. കംപ്ലീറ്റ് ദ സെന്റൻസസ് കറക്റ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന സെന്റൻസസ് എല്ലാം നേരവണ്ണം ശരിയായ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ തന്നിരിക്കുന്ന പിക്ചറിൽ എന്താ? അത് ഓട്ടോറിക്ഷയാണ് അല്ലെ. നമുക്ക് നോക്കാം. ദിസ് ഈസ് ആൻ ഓട്ടോറിക്ഷ എന്ന് തന്നിട്ടുണ്ട്. ഇതൊരു ഓട്ടോറിക്ഷയാണ് എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത സെന്റൻസ് എന്താ? ദ ഓട്ടോറിക്ഷ ഹാസ് സീറ്റ്സ്. എന്താണ്? ഓട്ടോറിക്ഷയ്ക്ക് സീറ്റുകൾ ഉണ്ട് എന്ന് തന്നിട്ടുണ്ട്. പിന്നെന്താ? ദ ഓട്ടോറിക്ഷ ഹാസ് എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മള് കംപ്ലീറ്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ദ ഓട്ടോറിക്ഷ ഹാസ് 3 wheels എന്ന് എഴുതാലോ. 3 ചക്രങ്ങളില്ലേ ഓട്ടോറിക്ഷയ്ക്ക്. അപ്പൊ അങ്ങനെ എഴുതാം. ദ ഓട്ടോറിക്ഷ ഹാസ് 3 wheels. 3 എന്ന് പറയുമ്പോൾ THREE 3 wheels WHEELS എന്ന് എഴുതാം. ഇനി നമുക്ക് എന്താ ഓട്ടോറിക്ഷയ്ക്കുള്ളത്? ദ ഓട്ടോറിക്ഷ ഹാസ് എ ലൈറ്റ് എന്ന് എഴുതിക്കോടെ. ഒരു വെളിച്ചം ഉണ്ടല്ലോ, ഒരു ലൈറ്റ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ എഴുതാം അല്ലെ. ദ ഓട്ടോറിക്ഷ എന്നൊക്കെ നമുക്ക് സ്പെല്ലിങ് മുകളിൽ നോക്കിയിട്ട് എഴുതാട്ടോ. ഓട്ടോറിക്ഷ ഹാസ് എ ലൈറ്റ്. എഴുതുക. ലൈറ്റിന്റെ സ്പെല്ലിംഗ് എന്താ? LIGHT. ഇങ്ങനെ എഴുതിയിട്ട് അതെല്ലാം കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത ആക്ടിവിറ്റി നോക്കാം. കംപ്ലീറ്റ് ദ കോൺവേഴ്സേഷൻ ആണ് കേട്ടോ. അതായത് ഇവർ തമ്മിലുള്ള സംഭാഷണം പൂർത്തിയാക്കാനാ പറഞ്ഞിരിക്കുന്നത്. ചിത്രത്തിൽ ആരൊക്കെയാ? പോളി ഉണ്ട്, പോളിയുടെ ഫ്രണ്ട്സും ഉണ്ട് അല്ലെ. എലിഫന്റും റാബിറ്റും ഡക്കൊക്കെ ഉണ്ട്. പോളിക്ക് അവരെന്താ കൊണ്ടുവരുന്നത്? ഫ്രൂട്ട്സ് കൊണ്ടു കൊടുക്കുകയാണ് അല്ലെ പോളിക്ക് കഴിക്കാനായിട്ട്. അപ്പൊ എന്താ അവര് പറയുന്നത് നോക്കൂ. എലിഫന്റ് പാടുകയാണ്. അവർ പോളി ഡിയർ പോളി ഈറ്റ് ദിസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ എലിഫന്റ് പറയാണ്, അവർ പോളി, ഞങ്ങളുടെ പോളി, ഡിയർ പോളി, പ്രിയപ്പെട്ട പോളി, ഈറ്റ് ദിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇത് കഴിക്കൂ എന്നാണ്. ഈറ്റ് ദിസ് എന്ന് പറഞ്ഞിട്ട് എന്താ എലിഫന്റ് എടുത്തു കൊടുക്കുന്നത്? ആപ്പിൾ ആണ് അല്ലെ. അപ്പൊ എന്താ അവിടെ എഴുതുക നമ്മള്? ഈറ്റ് ദിസ് ആപ്പിൾ എന്ന് എഴുതിയാൽ മതി കേട്ടോ. APPLE ആപ്പിൾ. അപ്പൊ എന്താ അവിടെ പോളി പറയുന്നത്? താങ്ക് യു ഡിയർ. അടുത്ത നമുക്ക് ആക്ടിവിറ്റി 5 നോക്കാം. ആഡ് എ ലൈൻ ടു ദ റൈറ്റ്. ഇത് കൂട്ടിച്ചേർക്കാനാണ് കേട്ടോ പാട്ടിന്. നമുക്ക് നോക്കാം. 3 little parrots, Dill, Jill and Drill, sitting on a tree,
സിംഗിങ് ഹാപ്പി സോങ്സ്. അവിടെ കണ്ടോ 3 കുഞ്ഞി തത്തകൾ അല്ലെ? ആരൊക്കെയാ അത്? ഡില്ലും ജില്ലും റില്ലും. അവരെന്താ അവിടെ ചെയ്യുന്നത്? സിറ്റിംഗ് ഓൺ എ ട്രീ, ഒരു മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നതാണല്ലേ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സിംഗിങ് ഹാപ്പി സോങ്സ്, സന്തോഷകരമായ പാട്ടുകൾ പാടുകയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അടുത്തത് എന്താ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്? അവിടെയും 3 ലിറ്റിൽ പാരറ്റ്സ് ആണ്. ഡിൽ ജിൽ ആൻഡ് ഡ്രിൽ എന്ന് തന്നിട്ടുണ്ട്. അടുത്ത ലൈന് നമ്മൾ സ്വയം എഴുതണം അല്ലേ? സിംഗിങ് ഹാപ്പി സോങ്സ് എന്നും തന്നിട്ടുണ്ട്. അടുത്തതില് അവരെന്താ ചെയ്യുന്നത്? അവര് പറക്കല്ലേ? അപ്പൊ എന്താ പറയാ നമ്മള്? ഫ്ലൈയിങ് എന്നല്ലേ എഴുതാ? അപ്പൊ നമ്മൾ എന്താ എഴുതാ? ഫ്ലൈയിങ് ഇൻ ദ സ്കൈ എന്നാണ് അല്ലെ? ആകാശത്തിലൂടെ പറക്കല്ലേ? സിംഗിങ് ഹാപ്പി സോങ്സ്. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് ട്ടോ. എല്ലാവരും നന്നായിട്ട് എഴുതാം. ഓക്കെ, ബൈ.